ഹായ് there, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഈ ഒരു ലെക്ചറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് CSSലുള്ള സെഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ ഈ ഒരു പ്രോപ്പർട്ടി എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രോപ്പർട്ടിയുടെ എലമെന്റിന്റെ സ്റ്റാക്ക് ഓർഡർ നോക്കാനായിട്ടാണ് സെഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് നമുക്കൊരു സ്റ്റാക്ക് എന്ന് വിചാരിക്കും. ഉദാഹരണത്തിന് നമ്മൾ സാധാരണ വെബ്സൈറ്റ് ഡെവലപ്മെന്റിലൊക്കെ പോകുമ്പോൾ അതിൻ്റെ അകത്ത് ഓരോ കണ്ടന്റും അലൈൻ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റാക്ക് പോലെയാണ്. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ഈ പൊസിഷൻ പ്രോപ്പർട്ടിയിൽ പൊസിഷൻ റിലേറ്റീവ് അബ്സല്യൂട്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇതിൻ്റെ അകത്ത് ഓരോ കണ്ടന്റ് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഈ റെഡ് ബോക്സ് പ്ലേസ് ചെയ്തിരിക്കുന്ന എവിടെയാണ്? ഈ ഒരു ഗ്രീൻ ബോക്സിന്റെ മുകളിലാണ്. ഓക്കെ, സോ ഇതാണ് സ്റ്റാക്ക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. റെഡ് ബോക്സ് എന്ന് പറയുന്നത് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഗ്രീൻ ബോക്സിന്റെ മുകളിലാണ്. അപ്പം സ്റ്റാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രീൻ ബോക്സ് ആക്ച്വലി എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്? റെഡ് ബോക്സിന്റെ കീഴാണ്. അപ്പോൾ സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ നോർമലി നമ്മളൊരു സെറ്റ് ഓഫ് പ്ലേറ്റ്സ് അടുക്കി വെച്ചിരിക്കുന്ന പോലെയാണ് സ്റ്റാക്കിന്റെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്റ്റാക്ക് എപ്പോഴും നമുക്ക് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുള്ള ഒരു ഓർഡർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ഒരു കണ്ടന്റിന്റെ മുകളിൽ മറ്റൊരു കണ്ടന്റ്, അതിന്റെ മുകളിൽ മറ്റൊരു കണ്ടന്റ്, ആ ഒരു രീതിയിലായിരിക്കും സ്റ്റാക്ക് എപ്പോഴും പ്ലേസ് ചെയ്തിട്ടുണ്ടാകുന്നത്. ഓക്കെ, സോ അങ്ങനെ പ്ലേസ് ചെയ്തിട്ടുള്ള സ്റ്റാക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റാക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു കണ്ടന്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇത് നമ്മുടെ റെഡ് ബോക്സ് ആണെന്ന് വിചാരിക്കാം. ഇത് നമ്മൾ നേരത്തെ കണ്ട റെഡ് ബോക്സ് അതിന്റെ വെർട്ടിക്കൽ അലൈൻമെന്റ് ആണ്. അതായത് ഇങ്ങനെ കാണിക്കുമ്പോൾ ഇത് മുകളിലും താഴോട്ടുമുള്ള ഒരു അലൈൻമെന്റ് ആണ് ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഡ്രോ ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഗ്രീൻ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു താഴെയായിരിക്കും പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതുപോലെ. സോ ഇതിന്റെ കറന്റ് അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിലാണ്. ഇനി എനിക്ക് വേണമെങ്കിൽ ഈ ഒരു ബോക്സിനെ, അതായത് ഇവിടെ നിങ്ങൾക്ക് ആൾറെഡി കാണാൻ പറ്റും ഏത് ബോക്സാണ് ഫ്രണ്ടിൽ ഇരിക്കുന്നതെന്ന്. ഈ ഒരു ബോക്സിനെ എനിക്ക് വേണമെങ്കിൽ ഇതിന്റെ മുകളിലേക്ക് കൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ നിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു ബോക്സിനെ ഇവിടെ എനിക്ക് വേണമെങ്കിൽ പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്ലേസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടിയാണ് സെഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. ഓക്കെ, സോ നമുക്ക് ഈ പ്രോപ്പർട്ടി ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ആദ്യം ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ഒരു റെഡ് ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ബ്ലൂ ബോക്സും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിനുശേഷം ഒരു ഗ്രീൻ ബോക്സും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഈ ബ്ലൂ ബോക്സ് ഇപ്പം ഞാൻ മാറ്റർ ചെയ്യുന്നില്ല, കാരണം നമ്മൾ ഈ റെഡും ആൻഡ് ഗ്രീൻ ബോക്സ് മാത്രമേ ഇപ്പം മാറ്റർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ഞാൻ ഈ ഒരു പ്രോപ്പർട്ടി ജസ്റ്റ് ഇവിടുന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിന്റെ താഴേക്ക് പേസ്റ്റ് ചെയ്യാൻ പോവാണ്. അതായത് ഇവിടെ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പ്ലേസ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ജസ്റ്റ് സേവ് ചെയ്യണം. ഓക്കെ, സേവ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന് രണ്ടെണ്ണം ഞാൻ പൊസിഷൻ പ്രോപ്പർട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിന് പൊസിഷൻ അബ്സല്യൂട്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഇതിന് ഞാൻ സെഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയും കൂടെ കൊടുക്കാൻ പോവാണ്. സെഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഇങ്ങനെയാണ് നമ്മൾ സെഡ് ഇൻഡെക്സ് എഴുതുന്ന ഒരു ഹൈഫൺ ഉപയോഗിച്ചിട്ടാണ് എഴുതുന്നത്. ഓക്കെ, ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ഒരു ഹൈഫൺ ഇടണം. ഇത് മസ്റ്റായിട്ട് കൊടുത്തിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ, സോ CSSൽ സാധാരണ നമ്മൾ ഇങ്ങനത്തെ രണ്ട് പ്രോപ്പർട്ടികളായിട്ട് വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ സ്പേസ് എടുത്തില്ല. നമ്മൾ ബാക്ക്ഗ്രൗണ്ട്, ബോർഡർ ബോട്ടം, ബോർഡർ ലെഫ്റ്റ്, അങ്ങനത്തെ പ്രോപ്പർട്ടീസിനെ കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാത്തിലും നമ്മൾ ഇതുപോലെ ഹൈഫൺ ഇട്ടിട്ടാണ് എഴുതുന്നത്. ഓക്കെ, എന്നിട്ട് ഇവിടെ നമുക്ക് വാല്യൂസ് എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ വാല്യൂസ് ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് 1 എന്ന് കൊടുക്കാം. 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കറക്റ്റ് സെഡ് ഇൻഡെക്സ് ഏത് പൊസിഷനിലാണോ ഇരിക്കുന്നത് അതേ രീതിയിൽ തന്നെ നമുക്ക് കൊടുക്കാം. ഇനി അതിന് നമുക്ക് നെഗറ്റീവ് വാല്യൂസും കൊടുക്കാൻ പറ്റും. ഓക്കെ, നെഗറ്റീവ് വാല്യൂസ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ബോക്സ് അവിടെ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട്. അതിന്റെ കാരണം ഇതിന്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിന് കൊടുത്തിരിക്കുന്ന കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ കളറാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ ഗ്രീൻ കളർ ഞാൻ കുറച്ച് ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള കളറാക്കി മാറ്റിയെന്ന് വിചാരിക്കാം. ഓക്കെ, ഞാൻ കുറച്ച് ട്രാൻസ്പാരൻസിനെ ആഡ് ചെയ്യുവാണ്. അപ്പൊ ആക്ച്വലി തന്നെ ഒരു ട്രാൻസ്പാരന്റ് കളറുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ട്രാൻസ്പാരൻസി കൊടുത്തപ്പോൾ എന്തുണ്ടായി, അവിടെ ആ ഒരു ഗ്രീൻ കളറിന്റെ ഒരു ഗ്രീൻ ഷെയ്ഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ബട്ട് അതിന്റെ പുറകിൽ ആ ഒരു റെഡ് ബോക്സ് ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ ഈ ഒരു പ്രോപ്പർട്ടിനെയാണ് സെഡ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് കുറച്ചും കൂടെ ട്രാൻസ്പാരൻസി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ കുറച്ചും കൂടെ പ്രോപ്പറായിട്ട് കാണാൻ സാധിക്കും. അതിന്റെ പുറകിൽ ആ ഒരു കണ്ടന്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതിന്റെ സ്റ്റാക്ക് ഓർഡർ കൺട്രോൾ ചെയ്യാനായിട്ടാണ് സെഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. പൊസിഷൻ പ്രോപ്പർട്ടിയോട് കൂടി ചേർന്നിട്ടാണ് സാധാരണ സെഡ് ഇൻഡെക്സ് പ്രോപ്പർട്ടി നമ്മൾ ഉപയോഗിക്കാറ്. ഇനി സാധാരണ നോർമൽ ഫ്ലോയിലാണെങ്കിൽ നമ്മൾ ഏത് പൊസിഷനിൽ പ്ലേസ് ചെയ്തിട്ടും കാര്യമില്ല. കാരണം ഉദാഹരണത്തിന് ഞാൻ ഈ ഒരു ബോക്സിനെ, ബ്ലൂ ബോക്സിനെ ഞാൻ സെഡ് ഇൻഡെക്സ് പ്രോപ്പർട്ടി കൊടുക്കുക. ഓക്കെ, സെഡ് ഇൻഡെക്സ് പ്രോപ്പർട്ടി കൊടുത്തിട്ട് ഇതിന് -1 എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, -1 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ സാധാരണ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ യാതൊരു ഡിഫറൻസും വന്നിട്ടില്ല. ഈ ഒരു ബ്ലൂ ബോക്സിൽ യാതൊരു ഡിഫറൻസും വന്നിട്ടില്ല. കാരണം ഈ ഒരു സെഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ പൊസിഷൻ പ്രോപ്പർട്ടിയോട് കൂടെ ചേർന്നിട്ട് യൂസ് ചെയ്യുമ്പോൾ മാത്രമേ അതിനൊരു യൂസ് ഉണ്ടാവുള്ളൂ. അല്ലാത്ത സമയത്ത് ഈ ഒരു സ്റ്റാക്ക് പൊസിഷൻ അതിൻ്റെ അകത്ത് മുകളിൽ നിന്ന് മാറ്റി കഴിഞ്ഞാലും അതിന്റെ മുകളിൽ വേറെ കണ്ടന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നോർമൽ ഫ്ലോയിലേക്ക് തന്നെയായിരിക്കും അത് നിൽക്കുക. ഓക്കെ, സോ അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ നമ്മൾ നോർമൽ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ സെഡ് ഇൻഡെക്സ് പ്രോപ്പർട്ടി യൂസ് ചെയ്യില്ല. നമ്മൾ എവിടെയെങ്കിലും പൊസിഷൻ പ്രോപ്പർട്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ
ഏതെങ്കിലും കണ്ടന്റിന്റെ പകുതി മാത്രം താഴേക്ക് മാത്രം വരുന്നു, ഇല്ലെങ്കിൽ അതിന്റെ ആ ഒരു സ്റ്റാക്കിന്റെ ഓർഡർ കൺട്രോൾ ചെയ്യാനായിട്ടാണ് സെഡ് ഇൻഡെക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഉദാഹരണത്തിന് ഞാനിവിടെ നേരത്തെ ഈ ഒരു ഇതിൻ്റെ അകത്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് ആദ്യം എന്താണ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു റെഡ് ബോക്സ് ഉണ്ടായിരുന്നു. ഈ റെഡ് ബോക്സ് ആദ്യം ഇതിന്റെ മുകളിലാണ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് വേറൊരു ബോക്സ് ഉണ്ടായിരുന്നത് ഗ്രീൻ ബോക്സ് ആയിരുന്നു. ഗ്രീൻ ബോക്സ് ഇതിന്റെ താഴെയായിരുന്നു പ്ലേസ് ചെയ്തിട്ടുണ്ട്. റെഡ് ബോക്സിനേക്കാളും കുറച്ചും കൂടി വലുതാണ് നമുക്കുണ്ടായിരുന്ന ഗ്രീൻ ബോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാൻ ഇതിന് പ്രോപ്പർട്ടി കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. ഞാൻ ഇതിന് പ്രോപ്പർട്ടി കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡ് ഇൻഡെക്സ് പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഏത് ബോക്സിനാണ്? റെഡ് ബോക്സിനാണ് ഞാനിവിടെ സെഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രോപ്പർട്ടി കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സെഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഞാൻ റെഡ് ബോക്സിന് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ റെഡ് ബോക്സിന്റെ കാര്യത്തിൽ സെഡ് ഇൻഡെക്സ് എന്ന പ്രോപ്പർട്ടി റെഡിനാണ് കൊടുത്തിട്ടുള്ളത്, അതായത് ഈ കാണുന്ന ബോക്സിനാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് -1 എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുക്കുമ്പോൾ, അതായത് നെഗറ്റീവ് വാല്യൂസ് കൊടുക്കുമ്പം ഇവിടെ മുകളിൽ ഉണ്ടായിരുന്ന ഈ റെഡ് ബോക്സ് നമുക്ക് താഴേക്ക് പോകും. ഓക്കെ, അതിനുശേഷം ഈ ഗ്രീൻ ബോക്സിന്റെ അടിയിലേക്കായിരിക്കും വരുന്നത്. സാധാരണ സെഡ് ഇൻഡെക്സ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ 0-യിലായിരിക്കും ഇരിക്കുക. അപ്പം ഇതിന്റെ നമ്മൾ മുകളിൽ കണ്ടന്റ് പ്ലേസ് ചെയ്യുമ്പം എന്താവും? -1 എന്ന് കൊടുക്കുമ്പം 1 എന്ന് പറഞ്ഞ വാല്യൂസ്, അതായത് ഗ്രീൻ ബോക്സിന്റെ സെഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആയിരിക്കും. ഓക്കെ, ഇതിന്റെ സെഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. എന്നതിന് ശേഷം ഇതിന് നമ്മൾ അതിന്റെ തൊട്ട് താഴെയുള്ള കണ്ടന്റിന് -1 എന്ന് സെഡ് ഇൻഡെക്സ് കൊടുക്കുമ്പം ആ ഒരു ബോക്സിന്റെ കളർ എന്താവും? താഴേക്കാണ് പോകുന്നത്. അതായത് നമ്മൾ റെഡ് ബോക്സിന് സെഡ് ഇൻഡെക്സ് 0 കൊടുത്തു കഴിയുമ്പം -1 ആവും. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റെഡ് ബോക്സ് ഇതിന്റെ താഴേക്ക് പോകും. എന്നിട്ട് ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ -1 ആയിരിക്കും. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു അറേഞ്ച്മെന്റ് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ,